बाद बहन प्रभु മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. एक ഓഡിയോ और വരുന്നില്ലേ? सवेरे देखने के लिए प्रभु ने हमें പക്ഷെ കേൾക്കുന്നുണ്ടോ? യെസ്. എനി പ്രോബ്ലം? नो, आई थिंक इट्स ओके. ക്ലിയർ ആണല്ലോ? यस यस या. एक और सवेरे देखने के लिए प्रभु ने हमें अवसर दिया, इसलिए हम परमेश्वर को धन्यवाद देते हैं. മനോഹരമായ ഗാനങ്ങൾ കേൾപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ ഇടവരുത്തിയ സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. सुंदर गीतों को गाने के लिए, प्रभु को स्तुति करने के लिए प्रभु ने प्रभु के आमीन दासी को प्रभु ने उपयोग किया, इसलिए हम परमेश्वर को स्तुति करते हैं. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഗിരിപ്രഭാഷണങ്ങളിലുള്ളതായ കർത്താവിന്റെ ഒരു പ്രസ്താവനയെ കുറിച്ചാണ്. आज हम मनन करने जाने वाला विषय जो है प्रभु यीशु मसीह के पहाड़ी उपदेशों में से एक भाग में से हैं. യേശുക്രിസ്തുവിൻ്റെതായ ഗിരിപ്രഭാഷണങ്ങളും 2500 വർഷങ്ങളായിട്ട് ലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടുന്നു. അത് ആർക്കും ഒരു ബുദ്ധിയും ജീവിക്കും അതിനെ ധിക്കരിക്കുന്നതിനോ അതിനെ അല്ല എന്ന് സ്ഥാപിക്കുന്നതിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. यीशु मसीह के जो पहाड़ी उपदेश है दुनिया भर में जो है, विश्व भर में जो है 2000 साल से भी पहले या 2000 साल से भी ज्यादा उसी का प्रचार किया जाता है और कोई भी व्यक्ति इस यीशु मसीह की शिक्षाओं को नकार नहीं पाते हैं. ജാതി മത ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുകയും അത് ആദരിക്കുകയും ചെയ്യുന്നതായ വചനങ്ങളത്രേ ഈ ഗിരിപ്രഭാഷണത്തിൽ നാം കാണുന്നത്. चाहे वो कौन से भी जाति धर्म के क्यों ना हो, हर एक आमीन भाषा और धर्म के लोग जो हैं यीशु मसीह की इन पहाड़ी उपदेशों की शिक्षाओं को वे स्वीकार करते हैं और उसी को वो अंगीकार भी करते हैं. സാർവത്രികമായിട്ടുള്ളത് അംഗീകാരം ലഭിച്ചിട്ടുള്ളതായ യേശുവിന്റെ മകൻ വചനങ്ങൾ അത്രേ ഇത്. और सार्वलौकिक रूप से एक अंगीकार पाया हुआ आमीन शिक्षाओं में से यह है यीशु मसीह की इन शिक्षाओं की बातें. ഈ ഗിരിപ്രഭാഷണത്തിലുള്ളതായ യേശുവിന്റെ ഉപദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ്. और इस यीशु मसीह की पहाड़ी उपदेशों में से जो यीशु मसीह ने जो शिक्षा हमें दिया है वो हम अपने जीवन में, प्रायोगिक जीवन में ले आना बहुत अनिवार्य है. യേശു നമ്മെ പഠിപ്പിച്ചത് പാപം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ളതായ ചില പ്രവൃത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ആന്തരിക ഉദ്ദേശവും അതിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്നാണ്. यीशु मसीह हमें ये बात को सिखाता है कि केवल पाप जो है कि बाहरी रूप से होने वाला कोई कर्म नहीं है, परंतु हमारे जीवन के अंदर, हमारे अंदर के भाग में रहने वाला एक दुष्ट बात भी है. ഈ ഉപദേശങ്ങൾ, ഗിരിപ്രഭാഷണത്തിലെ ഉപദേശങ്ങൾ അത് സാമൂഹിക ജീവിതത്തിലെ വ്യക്തി ബന്ധങ്ങളില് ഒക്കെയും വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇടയായിട്ടുണ്ട്. और ये यीशु मसीह की जो पहाड़ी उपदेश है वे सामाजिक जीवन और व्यक्ति गणों के जीवन में आपसी रिश्तों में बड़े आमीन फेरबदल को लाने के लिए मदद किया है. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. और मत्ती के सुसमाचार 5 अध्याय उसके 6 आयत की ओर मैं आपके ध्यान को ले आना चाहता हूँ. നീതിക്ക് വിശന്നതാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. धन्य है वे जो धार्मिकता के भूखे और प्यासे हैं, क्योंकि वे तृप्त किए जाएंगे. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് വരിക എന്നത്രേ ആഗ്രഹിക്കുന്നത്. धार्मिकता के लिए भूखे और प्यासे होने का अर्थ है कि हम यीशु मसीह के लिए, मसीह यीशु के लिए हम अपने जीवन में भूखे और प्यासे होना है. ദൈവത്തിന്റെ ജീവിതത്തിലെ തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ ജീവിക്കണം എന്നുള്ളത്. एक एक परमेश्वर का भक्त का जीवन का एक तीव्र इच्छा यह होना है कि यीशु मसीह उसके जीवन में वास करे.
നാം ജീവിക്കുന്നത് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടല്ല, മറിച്ച് യേശു ക്രിസ്തുവിലൂടെ അത്രയും ജീവിക്കുന്നത്. एक प्रभु का एक संतान जो जीवित रहता है वो अपने इच्छा में अपनी काबिलियत में भरोसा रखते हुए नहीं परंतु यीशु मसीह पर निर्भर होते हुए अपने जीवन जीते हैं। അതെ, ക്രിസ്തു ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് പ്രഖ്യാപിക്കുകയുണ്ടായി. और इस प्रकार से पौलुस अपने अमीन भाषणों में ये घोषणा करते हैं कि अब से मैं नहीं मुझ में यीशु मसीह जीवित रहता है। ഈ ഗിരിപ്രഭാഷണങ്ങളിൽ യേശു പറയുന്നത് ഭാഗ്യവാന്മാരെ കുറിച്ച് അത്ര, അഥവാ അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച് അത്ര പറയുന്നത്. और ये पहाड़ी पहाड़ी उपदेश में यीशु मसीह जो बातों को कहता है वो धन्य लोगों के बारे में ये बातों को बताते हैं। നിർഭാഗ്യവശാൽ അനേകം ആളുകൾ ലോക മനുഷ്യരെ പോലെ അനുഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. दुर्भाग्यपूर्ण अवस्था यह है कि आज दुनिया के लोगों के समान काफी मसीह लोग भी जो हैं वो आशीषों के पीछे दौड़ते हुए चले जाते हैं। അനുഗ്രഹങ്ങളുടെ പിന്നാലെ, സൗഭാഗ്യങ്ങളുടെ പിന്നാലെ ഓടുന്നവർ ഒന്നും പ്രാപിക്കുന്നില്ല. जो व्यक्ति जो है आमीन आशीषों के पीछे और सौभाग्य को ढूंढते हुए जाते हैं वे अपने जीवन में कुछ भी प्राप्त नहीं कर पाता है। മറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ അവന് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അവനെ ഓവർടേക്ക് ചെയ്യുന്നതായ ഒരു അനുഭവത്തിലായിത്തീരുമെന്നാണ്. प्रभु का वचन हमें सिखाता है कि हम प्रभु में आशीष पाते हैं तो हमारे जीवन में उसी की अनुग्रह और आशीषों को हम अपने जीवन में बनाए रखते हैं। സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെതായ നീതിയെ കുറിച്ചത്ര. और सुसमाचारों में हम प्रभु यीशु मसीह के धर्म के विषय में कई बातों को पढ़ते हैं। അങ്ങനെ നാം ദൈവത്തിന്റെ നീതി നമുക്ക് ലഭ്യമാകുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ. तो यीशु मसीह का सुसमाचार के द्वारा परमेश्वर का धर्म को हम अपने जीवन में प्राप्त कर सकते हैं। ഓരോ വിശ്വാസിയും നീതിമാനായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. और एक एक विश्वासी जो है प्रभु में धर्मी बनने के लिए प्रभु यीशु हमसे इच्छा करता है। ക്രിസ്തു ദൈവത്തിന്റെ നീതിയാണ്. यीशु मसीह जो है वो परमेश्वर का धर्म है। ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അതുപോലെ നീതിമാന്മാരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. तो इसलिए यीशु मसीह में विश्वास करने वाला एक एक व्यक्ति जो है प्रभु में परमेश्वर में धर्मी बनने के लिए या धर्मी ठहराए जाने के लिए प्रभु इच्छा करता है। നമ്മെ നീതിമാന്മാരാക്കുന്നത് ക്രിസ്തുവിന്റെ നീതി നിമിത്തമാണ്. हमें प्रभु में धर्मी बनाना है तो प्रभु अपने आमीन धर्म को देकर हमें धर्मी ठहराता है। നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് നാം നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. वचन हमें ये बात को सिखाता है कि हमारे भले कामों से हम धर्मी ठहराए नहीं जाते हैं। നമ്മുടെ നീതി പ്രവൃത്തികൾ എന്ന് പറയുന്നത് കറപുരണ്ട വസ്ത്രം പോലെ എന്ന് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു. और भविष्यवाणी की पुस्तक में ये बात को हम पढ़ते हैं कि हमारा धर्म का काम जो है वो मैले आमीन वस्त्र के समान रहता है। ക്രിസ്തുവിന്റെ നീതിയാൽ താൻ കാൽവരി ക്രൂശിൽ പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് ആ നീതി നമ്മുടെ മേൽ അവൻ പകർന്നു തരും. और यीशु मसीह ने वो कलवरी के क्रूस पर के ऊपर अपने पाप के लिए जो प्रायश्चित उसने किया था उसी के कारण से वो यीशु मसीह का जो धर्म है वो हमें अपने ऊपर ठहराया जाता है। നമുക്ക് പകരമായിട്ട് നമ്മുടെ പകരക്കാരനായിട്ട് അത്രയും നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മേൽ ആ മരണശിക്ഷ ഏറ്റെടുത്തത്. हमारे लिए एक पर्याय बनकर यीशु मसीह ने हमारे पापों को अपने ऊपर उठाकर हमारे लिए वो यीशु मसीह जो है क्रूस पर अपने जान को दे दिया था। യേശു ക്രിസ്തുവും തന്റെ പാനപാത്രം കഴിയുമെങ്കിൽ മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. यीशु मसीह ने पिता से इस प्रकार से प्रार्थना किया कि यदि संभव है तो इस कटोरे को मुझ में से हटा ले। എന്നാൽ ആ പാനപാത്രം യേശു ക്രിസ്തു പിതാവിന്റെ ആഗ്രഹ പ്രകാരം അത് കുടിക്കുന്നതിന് വേണ്ടി, ആ കഷ്ടത സഹിക്കുന്നതിന് വേണ്ടി തയ്യാറായി.
परंतु वो पिता की इच्छा के अनुसार वो आमीन कटोरे को पीने के लिए यीशु मसीह अपने आप को तैयार करता है। യേശുക്രിസ്തു മരണപര്യന്തം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് സന്നദ്ധനായി. यीशु मसीह जो है मृत्यु पर्यंत अपने पिता की इच्छा को पूरा करने के लिए वो तैयार रहा। എന്നാൽ പാപികളും ദോഷികളുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെതായ നീതി കാൽവരിയിൽ പൂർണ്ണ അനുസരണ നിമിത്തം താൻ നേടിയതായ ആ നീതി നമ്മുടെ മേൽ വിശ്വാസികളുടെ മേൽ പകർന്നിരിക്കുന്നു. तो हमें ये बात को ध्यान रखना है कि प्रभु यीशु मसीह ने हम पापियों को, हम दोषियों को अपने आमीन हमारे गुनाहों को अपने ऊपर लेकर हमें आमीन प्रभु ने धर्मी ठहराने का कार्य को उस क्रूस पर किया था। ഈ ക്രിസ്തുവിലൂടെയുള്ളതായ നീതിയും ക്രിസ്തുവിൻ്റെതായ ആ ക്രൂശഭരണത്തിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും ലഭ്യമാണ്. और ये जो प्रभु का धर्म जो है या धार्मिकता जो है जो यीशु मसीह के क्रूस के मृत्यु के उस कार्यों के ऊपर विश्वास करने वाला हर एक व्यक्ति को मिलना संभव है। ക്രിസ്തു യേശുവിലൂടെ പിതാവായ ദൈവം വിശ്വാസികളെ നീതീകരിച്ചിരിക്കുന്നു. और यीशु मसीह के द्वारा पिता ने अपने हर एक प्रिय लोगों को धर्मी ठहराया भी है। ക്രിസ്തുവിൽ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. और यीशु मसीह के द्वारा हम में से हर एक लोग धर्मी ठहराया भी गया है। നാം വായിച്ചതായ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. हमने पढ़ा हुआ वचन में इस प्रकार से लिखा गया है कि धन्य है वे जो धार्मिकता के लिए भूखे और प्यासे हैं। ഈ നീതീകരിക്കപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതായ ഓരോ വ്യക്തികളും ഉത്തരം. यहाँ पर धर्मी ठहराया जाने वाला वो होता है जो यीशु मसीह पर विश्वास करने वाला एक एक व्यक्ति जो है। എന്നാൽ യഹൂദന്മാരുടേതായ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അവരുടേതായ പ്രവർത്തികളിലൂടെയുള്ളതായ നീതീകരണമാണ്. और यहूदियों का जो विश्वास की घोषणा अपने अच्छे कार्यों के द्वारा जो वो अपने आप को धर्मी ठहराने का जो रीति रिवाज था उसी के अनुसार वो कार्यों को करते थे। ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ്. സൽപ്രവർത്തികൾ ചെയ്ത് അതിലൂടെ അതിലൂടെ മോക്ഷപ്രാപ്തി എന്നുള്ളതത്രേ അവരുടേതായ ലക്ഷ്യം. दुनिया के लोगों का भी आज की सोच विचार इसी प्रकार का है कि अच्छे और भले कामों को कर कर अपने आप को मोक्ष की उस रास्ते पर ले चलना है। എത്ര പുണ്യ പ്രവർത്തികൾ ചെയ്താലും ദാനകർമ്മങ്ങൾ ചെയ്താലും നാം ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കും. और प्रभु का वचन हमें याद दिलाता है कि चाहे हम कितने भी बड़े बड़े कार्यों को, पुण्य के कार्यों को करें या कितने भी दान धर्म को करें, लेकिन प्रभु की उपस्थिति में हम उन कार्यों से हम अपने आप को धार्मी नहीं ठहरा पाएंगे। ക്രിസ്തുവിലൂടെ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നതായ നീതീകരണം എന്ന് പറയുന്നത് അത് വളരെ വിലയേറിയതാണ്. ആർക്കും അതിന് വില കൊടുത്ത് അത് വാങ്ങുവാൻ കഴിയില്ല. मसीह यीशु के द्वारा जो धार्मिकता जो पिता हमारे लिए दिया है वो बहुत बहुमूल्य है। कोई भी उसे अपने अच्छे कामों को कर कर या कोई भी मूल्य देकर उसे खरीद नहीं सकते हैं। അതുകൊണ്ട് നീതീകരണം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു ദാനമത്രേ. इसलिए याद रखना है कि धार्मिकता जो है वो परमेश्वर का एक देन है। എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ യഹൂദന്മാര് അംഗീകരിക്കാൻ തയ്യാറായില്ല. परंतु यीशु मसीह ने जो उन बातों को सिखाया था वो यहूदी जो है वो अंगीकार करने के लिए तैयार नहीं रहता है। യഹൂദന്മാരുടെ നിലപാടിനെ യേശു അംഗീകരിച്ചില്ല. यहूदियों का जो जो उनका मानना था, मत था, उसको यीशु मसीह ने स्वीकार नहीं किया। സത്യവിശ്വാസികളുടേതായ നീതി എന്ന് പറയുന്നത് അത് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 20 വാക്യം 5:20. और
उसके 5 के 20वें आयत में इस प्रकार से यीशु मसीह उनसे कहता है कि मैं तुमसे कहता हूं, यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर ना हो तो तुम स्वर्ग के राज्य में कभी प्रवेश ना करने पाओगे। ആം, അപ്പം ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെയധികം പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾ കാണത്തക്ക രീതിയിൽ പരസ്യമായിട്ട് പല പ്രവൃത്തികളും ചെയ്തു. और यहाँ पर हम फरीसियों के संबंधित देखते हैं तो फरीसी जो हैं अपने अमीन लोगों को दिखाने के लिए बहुत सारे धार्मिकता के कार्यों को वो कर दिखाते थे। ന്യായപ്രമാണത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നതായ അവർ ആം, ധാരാളം സൽപ്രവർത്തികൾ ചെയ്തു. और जो अमीन प्रभु के व्यवस्था पर जो बड़े विश्वास को करते थे उन्होंने अपने जीवन से बहुत अच्छे अच्छे कार्यों को करने की वे कोशिश किए हैं। പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതായ തെറ്റായ ഉപദേശങ്ങളും അവർ കൊടുത്തു. परंतु लोगों को भटकाने वाला या गलत प्रकार का उपदेशों को भी उन्होंने अमीन उनके माध्यम से दिया था। ന്യായപ്രമാണത്തില് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് ഒരു കൽപ്പനയുണ്ട്. और प्रभु का व्यवस्था में अपने माता पिता की आज्ञा करने का एक बात भी वहां पर बताया जाता है। റബിമാര് അത് യഹൂദന്മാരെ പഠിപ്പിച്ചത് അല്പം സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിച്ചാണ് പഠിപ്പിച്ചത്. परंतु यहूदियों ने जो अपने लोगों को सिखाया जो था उसी को बहुत सरल करते हुए बहुत अमीन हल्का करके उनको सिखाने की कोशिश उन्होंने किया। ആ, ഒരു ഒരു മകന് സമ്പത്ത് ഉള്ളതായ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം മാതാപിതാക്കളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി അവൻ വിനിയോഗിക്കേണ്ടതാണ്. एक बेटे का जिम्मेदारी ये रहता था कि वो अपने माता पिताओं की संपत्ति में से एक भाग जो है എന്നാൽ യഹൂദന്മാരെ उपयोग പഠിപ്പിച്ചത് करना है। എന്നാൽ യഹൂദന്മാരെ പഠിപ്പിച്ചത് നിങ്ങളുടെ വസ്തുവകകൾ സമ്പത്ത് എന്ന് പറയുന്നത് അതെല്ലാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ആ, എന്ന് അർത്ഥം വരുന്നതായ ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാതാപിതാക്കളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ആ, ഒന്നും ചെലവാക്കേണ്ടതില്ല എന്നാണ്. परंतु यहूदी उनको इस प्रकार से गलत शिक्षाओं को सिखाते थे कि आमीन जो यहूदियों का कुर्बान या आमीन एक व्यक्ति की संपत्ति सब जो है वो परमेश्वर के लिए ठहराया जाता है, इस प्रकार से उन्हें सिखाया करते थे। उसका अर्थ यह है कि उसके जीवन से कोई भी आमीन उनके संपत्ति के भाग से वे अपने माता पिता की देखभाल नहीं कर पाएंगे। യഹൂദന്മാർ കൃത്യമായിട്ടും ദശാംശം കൊടുക്കുന്നവരായിരുന്നു. यहूदी जो है वो नियमित रीति से दशवांश को देने वाले लोग थे। അവൻ ബിസിനസ്സിലെ കളവ് കാണിച്ചിട്ടായിരിക്കും അതിനുശേഷമായിരിക്കും ദശാംശവുമായിട്ട് പള്ളിയിൽ വരുന്നത്. और आमीन संभवतः वे अपने व्यापार में गलत कार्यों को कर कर गलत रीति से पैसे कमा कर उसी के आमीन वो रकम को वो लेकर प्रभु की उपस्थिति में वे आते हैं। മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ടായിരിക്കും പള്ളിയിൽ വന്ന് നീണ്ട പ്രാർത്ഥന നടത്തുന്നത്. दूसरों के साथ बुराई करके या गलत कामों को कर कर होगा कि वे प्रभु की उपस्थिति में आराधनालय में आकर लंबी प्रार्थनाओं को वे करते थे। ആരാധനാലയത്തിൽ വന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്മൊറാലിറ്റിയും അധാർമികമായിട്ടുള്ള പ്രവൃത്തികളും ഉണ്ടായിരിക്കാം. आमीन वे आराधनालय में आकर बहुत बड़े शिक्षाओं को और सिखाने के कार्यों को वो करते थे, परंतु उनका व्यक्तिगत जीवन अनैतिकता से भरा हुआ और गंदे कार्यों से भरा हुआ एक जीवन भरा रहता था। പൊതുജനങ്ങളുടേതായ അംഗീകാരത്തിന് വേണ്ടി അവരുടേതായ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയും വളരെ നല്ല പ്രവൃത്തികൾ ഇങ്ങനെ അവര് പ്രകടിപ്പിക്കുകയും ആന്തരിക ജീവിതത്തിലും വളരെയധികം തിന്മ പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു പ്രത്യേക അവസ്ഥയത്ര അവരുടെ ജീവിതത്തിൽ കാണുന്നത്. लोगों को सिखाने के लिए बड़े धार्मिकता की बातें या बड़े आमीन शिक्षा की बातों को वो बताते हैं, परंतु अपने स्वयं जीवन में वे इन बातों को ना अपनाते हुए पाप के अनुभव में पाप के कार्यों में वे अपने जीवन को बिताते थे।
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ആം, പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. इसलिए यीशु मसीह यहाँ पर उन्हें इस प्रकार से कहते हैं कि तुम्हारी धार्मिकता जो है फरीसी और सदूकियों और शास्त्रियों के धार्मिकता से बढ़कर ना हो तो तुम स्वर्ग के राज्य में प्रवेश ना करने पाओगे। എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 24-25 വാക്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. और हम अपने ध्यान को लेकर आएंगे लूका रचित सुसमाचार 6 अध्याय उसके 24 और 25 वचनों को। എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. और यहाँ पर 24-25 वचन में इस प्रकार से लिखा है, परंतु हाय तुम पर जो धनवान हो क्योंकि तुम अपनी शांति पा चुके। हाय तुम पर जो अब तृप्त हो क्योंकि भूखे होंगे। हाय तुम पर जो अब हंसते हो क्योंकि शोक करोगे और रोओगे। ജീവിതത്തില് സുഖ സൗകര്യങ്ങൾ ധാരാളമായിട്ടുണ്ട്, സമ്പത്തുണ്ട്. അതുകൊണ്ട് വളരെ അഭിമാനിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നതായ അനേകം വ്യക്തികളെ കുറിച്ചത്ര ഇവിടെ ലൂക്കോസ് പ്രഖ്യാപിക്കുന്നത്. यहाँ पर लूका इस प्रकार से ये बात को समझाता है कि जीवन में बहुत सारे संपत्ति और बहुत सारी बातों से तृप्त रहने वाले लोगों की एक अवस्था को यहाँ पर बताया जा रहा है। അപ്പൊ ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നവോദയ ക്രൈസ്തവരായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികം സമ്പത്തുണ്ടാകണം, പിന്നെ ജീവിതത്തിൽ ഒരു കുറവും ഇല്ലാത്തവരായിട്ട് ധനികന്മാരായിട്ട് ജീവിച്ച് ആളുകളുടെ ആദരവ് പിടിച്ചു പറ്റണം എന്നുള്ളതാണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. दुनिया के लोगों के संबंधित ये बात को देखा जाए तो वो इस प्रकार के सोच विचार को रखते थे कि किसी भी प्रकार से उन्हें कुछ संपत्ति को अपनाना है, कमाना है और उसी में अपने प्रतिष्ठा को पाना है, नाम कमाना है और यही उनका मकसद और इच्छा को वे ले चलते थे। അവർക്ക് ദൈവത്തിന് വേണ്ടി അല്ലെ ക്രിസ്തുവിനെ പ്രാപിക്കണമെന്നുള്ളതായ ആ ഒരു ചിന്താഗതിയോ ആ ഒരു ദാഹമോ ആ ഒരു വിശപ്പോ അവർക്കില്ല. वे यीशु मसीह को प्राप्त करने का कोई भूख और प्यास उनके मन के अंदर कभी भी नहीं देखे जाते थे। അവർ വളരെ സമ്പന്നരായിട്ട് ആഡംബരപൂർവ്വം ജീവിക്കുന്നു. എന്നാൽ ഒരു നാൾ അവർക്ക് ഈ ലോകം വിട്ടുകഴിയുമ്പോൾ അടുത്ത ജീവിതത്തില് അവർ വളരെയധികം വിശക്കുന്നവരായിരിക്കും, ദാഹിക്കുന്നവരായിരിക്കും. और वे इस संसारिक अवस्था में बहुत खुशी के साथ, बहुत आनंद के साथ, बहुत अच्छे ढंग से वे अपने जीवन को जी रहे होंगे, परंतु अंत के समयों में उनके जीवन की अवस्थाएं बड़ी भूख और प्यास का अनुभव उनको आने लगेंगे। അങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായ വ്യക്തികൾ ധനവാനെ പോലെ നരകത്തിൽ കിടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു പോകും. और इस प्रकार से जो परमेश्वर को भूलकर जीने वाले लोग होते हैं, उस धनवान व्यक्ति के समय जो इस पृथ्वी में रहने के समय में बहुत आनंद के साथ वो जिए, परंतु वो नरक में पहुंचने के पश्चात वो पानी के लिए किस प्रकार से तड़प रहा था वैसे अनुभव में रहेंगे। അതുകൊണ്ടത്ര യേശു പറഞ്ഞത് ഇപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന്. इसलिए यीशु मसीह ये बात को वहां पर बताता है कि अब तुम में से जो धार्मिकता के लिए भूखे और प्यासे हैं तुम धन्य कहे जाते हैं। എന്നാൽ ഇപ്പോൾ എല്ലാം തികഞ്ഞവരാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് സമ്പന്നന്മാരായി ജീവിക്കുന്ന നിങ്ങൾ ഒരു നാൾ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടം എന്ന് ഇവിടെ പറയും. परंतु आप जो आप अपने आप को संपन्न है या धनी है कहला रहे हैं, लेकिन एक बात याद रखना, एक समय आएगा जब तुम अपने आप को भूखे पाओगे, तुम अपने आप को दरिद्र की अवस्था में देखे जाएंगे।
ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്തതായ വ്യക്തികൾ, ദൈവത്തെ ആ, അന്വേഷിക്കാത്ത വ്യക്തികൾ, അവർ തൃപ്തന്മാരാണ് എങ്കിലും നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് ഈ വേദഭാഗത്തിലെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. अब तुम जो प्रभु की उपस्थिति में अपने आप को प्रभु को स्थान नहीं देते हैं और प्रभु को कोई आमीन कीमत नहीं देते हैं, आमीन, अब तुम्हें लगने लगता है कि तुम अपने आप में तृप्त होते हैं, लेकिन एक समय आएगा जब तुम्हारे जीवन में ऐसे अनुभवों को तुम आमीन सामना करोगे। ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. और यहाँ पर कहे जाते हैं लूका के सुसमाचार में कि अब तुम जो हंसते हो तुम्हारे लिए हाय, क्योंकि एक समय आएगा जब तुम रोते रहोगे। അതുകൊണ്ട് നമ്മുടെ ദാഹം, നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ വിശുദ്ധിയും പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ. इसलिए हमारा भूख और हमारा प्यास इस कारण से इसलिए होना है कि परमेश्वर की उस धार्मिकता को हम अपने जीवन में प्राप्त कर पाए। അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വർധനവത്രേ. हमारा जीवन का लक्ष्य भी यह होना है कि परमेश्वर का राज्य की बढ़ोतरी हमारे द्वारा किसी ना किसी रीति से हो जाए। വ്യക്തിപരമായിട്ടുള്ളതായ ഉയർച്ചയോ വിജയമോ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. व्यक्तिगत जीवन में ऊंचाई को पाने के उस इच्छा से बढ़कर परमेश्वर के राज्य को हम अपने जीवन में किस प्रकार से ऊंचा कर सकते हैं, ये सोच रखने वाला हमें बनना है। ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അധികം ശക്തന്മാരായി തീരുക, അധികാരമുള്ളവരായി തീരുക, ലോകപ്രകാരം ജയാളികളായി തീരുക, ലോകപ്രകാരം ആശ്വാസമുള്ളവരായി സന്തോഷമുള്ളവരായി ജീവിക്കുക എന്നുള്ളതല്ല ഒരു ദൈവഭക്തന്റേതായ മുഖ്യമായ ലക്ഷ്യം. ये दुनिया में जीने के समय में बहुत संपन्न बन जाऊं, बहुत धनी हो जाऊं, बहुत नाम कमाऊं, ये नहीं एक विश्वासी का लक्ष्य बनना है। യേശുക്രിസ്തു മുഖാന്തരം രൂപാന്തരം പ്രാപിച്ചതായ ഹൃദയമുള്ളതായ ഒരു വ്യക്തിയുടേതായ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും, ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കും. यीशु मसीह से उद्धार पाया हुआ, आमीन, परिवर्तन किया गया एक व्यक्ति का जीवन यीशु मसीह के द्वारा मेरे जीवन में प्रभु का आशीषों को मुझे प्राप्त करना है, यही लक्ष्य को वे ले चलता है। ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ദൈവത്തിൽ സംതൃപ്തരാകുക, ദൈവത്തിൽ എന്താണ് തൃപ്തി കണ്ടെത്തുക. यीशु मसीह ने हमें ये बात को सिखाया है कि हमें प्रभु में अपने संतुष्टि को पाना है, उसी में हमें आनंद करना है। യേശു പ്രഖ്യാപിച്ചു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾക്ക് തൃപ്തി വരും എന്നാണ്. यीशु मसीह ने इस प्रकार से ये अपने वचनों में कहा कि जो लोग धार्मिकता के लिए भूखे और प्यासे हैं वो तृप्त किए जाएंगे। എന്നാൽ ഇവിടെ അങ്ങനെയുള്ളതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ അത് തീവ്രമായിട്ടുള്ളതായ ആഗ്രഹത്തോടുകൂടി ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അധികമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ നിറവ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് മാത്രം അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല, അവർക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ളതായ വലിയ ആഗ്രഹം പിന്നെയും ഉണ്ടാകും. यीशु मसीह को अपने जीवन में प्राप्त करने की इच्छा रखने वाले लोगों के जीवन में अधिक अधिक जो है प्रभु को पाने की इच्छा रहती है, वो अधिक से अधिक परमेश्वर का वो उपस्थिति के लिए भूखे और प्यासे बनते चले जाते हैं। നിത്യതയിൽ എത്തിച്ചേരുന്നത് വരെയും നിരന്തരമായിട്ടുള്ളതായ ഒരു ദാഹവും ഒരു വിശപ്പും ദൈവമക്കൾക്കുണ്ട്. और अनंतता में पहुंचने तक का एक आमीन भूख और प्यास मसीहियों के जीवन में रहता है। അതെ, നിരന്തരമായിട്ട് അങ്ങനെ ആ ഒരു നീതിക്ക് വേണ്ടിയുള്ളതായ വിശപ്പുള്ളതായ വ്യക്തികൾക്ക് എത്രയും ദൈവികമായിട്ടുള്ള സമാധാനവും സംതൃപ്തിയും ലഭ്യമാക്കുവാൻ കഴിയുന്നത്.
निरंतर रीति से जो व्यक्ति जो है भूखे और प्यासे जो धार्मिकता के विषय में रखते हैं, उन्हीं के जीवन में परमेश्वर की जो तृप्तता है, वो संतुष्टि है, वो प्राप्त कर पाते हैं। ക്രിസ്തു പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായിട്ടും അത് റിഫ്ലക്ട് ചെയ്യത്തക്ക രീതിയിൽ കർത്താവിന്റെ സാന്നിധ്യം നാം ഉദിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അപ്പോഴത്രേ നമുക്ക് യഥാർത്ഥത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നത്. यीशु मसीह का वो पूर्ण आमीन उपस्थिति जब हमारे जीवन में उसको प्रतिबिंबित करते हैं, तभी हम परमेश्वर की पूर्ण आमीन वो उपस्थिति का आनंद को हम अपने जीवन में उठा सकते हैं। എന്നാൽ സമ്പൂർണമായിട്ടും തീവ്രമായ ആഗ്രഹത്തോടുകൂടിയും ദാഹത്തോടുകൂടി വിശപ്പോടുകൂടിയും ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ വളരെ കുറവാണ്. परंतु पूर्ण रीति से पूर्ण आमीन प्रभु को छाने का इच्छा प्रभु को पाने का जो इच्छा है और परमेश्वर के लिए भूखे और प्यासे होने का वो अनुभव में ऐसे लोगों को पाना आज के तारीख में बहुत कम दिखाई देता है। ലോകത്തിലുള്ളതായ നന്മകളുടെ പിന്നാലെ ഓടുന്നതായ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. आज की तारीख में जो है दुनिया के आमीन मोह माया के पीछे, संपत्ति के पीछे दौड़ने वाले लोगों को मसीह यीशु को अपने जीवन में वे स्थान दे नहीं पाते हैं। എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മാക്കൾക്ക് നിത്യ ജീവനുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ നിത്യത എത്തുന്നത് വരെയും അവർക്ക് ഈ ഒരു അടങ്ങാത്ത ദാഹം ഉണ്ടായിരിക്കും. लेकिन आमीन उद्धार के अनुभव में आए हुए लोगों के जीवन में आमीन ये एक विशेषता पाई जाती है कि जब तक वे अनंतता में ना पहुंचे, तब तक उनके जीवन में ये धार्मिकता के विषय में एक भूख और प्यास निरंतर बना रहते हैं। യേശു പ്രഖ്യാപിച്ചത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ലിവിംഗ് ബ്രെഡ് എന്ന് യേശു പറഞ്ഞു. यीशु मसीह ने इस प्रकार से अपने विषय में ये घोषणा किया कि मैं जीवन का रोटी हूं जो स्वर्ग में से तुम्हारे लिए उतर कर आया है। ഒരു വ്യക്തിയുടെ ജീവിതത്തില് സമ്പത്തോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ധാരാളമായിട്ട് ഉണ്ടാകുന്നതല്ല, മറിച്ച് ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. एक अमीन व्यक्ति के जीवन में यीशु पाने से उसके जीवन में जो है अमीन जो है आशीष होती है, शांति होती है और प्रभु में अमीन वो खुशियों को वो अनुभव करते हुए चलते हैं। അങ്ങനെ സർവവും മറന്ന് കർത്താവിനെ പൂർണ്ണമായും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം തീവ്രമായ ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്നതായ വ്യക്തിയുടെ സകല ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റും, ഒന്നും മുടക്കുകയില്ല. इसलिए सब कुछ भूलकर परमेश्वर के लिए आमीन जीने वाला एक व्यक्ति के जीवन में प्रभु सारी उनकी आवश्यकताओं को पूरा करते हैं, कोई भी रोक के नहीं रखता है। അങ്ങനെ ജീവിതം സമർപ്പിക്കുന്നതായ വ്യക്തികൾ അവർ ക്ലേശപൂർണമായ ഒരു ജീവിതമല്ല നയിക്കുന്നത്. ജീവിതത്തിലും സ്ട്രഗിൾ ചെയ്യുന്നതായ അവസ്ഥ അവർക്കുണ്ടാകത്തില്ല. കാരണം അവർക്ക് വേണ്ടി കരുതുന്നതായ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതായ ബോധ്യമുള്ളത് കൊണ്ട് അത്ര. ऐसे समर्पण करने वाला एक व्यक्ति के जीवन में वो एक शिशु जैसा अनुभव नहीं रहता है। वे आमीन अपने जीवन में आमीन ऊंचाई में जाने के लिए वे कठिन प्रयत्न को या परिश्रम को नहीं करने के अनुभव रहते हैं, परंतु जो लोग समर्पित करते हैं वो प्रभु की आशीषों को और अनुग्रह को पाते हुए आगे बढ़ते जाते हैं। ഇപ്പോൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാകാത്ത വ്യക്തികൾ ഒരു നാൾ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവം ഉണ്ടാകും. और आज जो है प्रभु के लिए जो समर्पण करने के लिए तैयार नहीं होते, प्रभु को अपने जीवन में स्थान देने के लिए तैयार नहीं होते, एक समय आएगा जब वो प्रभु के लिए भूखे और प्यास को अनुभव करेंगे। ഇങ്ങനെ തീവ്രമായിട്ട് ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ ഓരോ പടിപ്പടിയായിട്ട് അവര്
പിന്നെ ആത്മാവിനാൽ നിറയപ്പെടുകയും ക്രിസ്തുവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവർ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇനിയും അധികമായിട്ട് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയും അവർ അവർ കൊതിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. और इसी प्रकार से जो है ऐसे तीव्र रीति से जो परमेश्वर की इच्छा को लोग जो रखते हैं उनके जीवन में वो प्रभु का उपस्थिति एक क्षण में खत्म नहीं होते हैं, परंतु वो दिन प्रतिदिन वो आगे बढ़ते हुए अनुभव में वो चलते हैं। ക്രിസ്തുവിനാൽ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിറയപ്പെടുന്നതായ ഒരു അനുഭവം. और यीशु मसीह के द्वारा अपने जीवन के हर एक क्षेत्र में आमीन भर कर आने का एक अनुभव उनके जीवन में रहता है। നീതിക്ക് വേണ്ടിയുള്ളതായ ആ ആ വിശപ്പ് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി കൊണ്ടുവരുന്നത് എന്ന് യേശു പ്രഖ്യാപിച്ചു. यीशु मसीह ये बात को बताता है जो धार्मिकता के लिए जो भूख और प्यास है वही हमारे जीवन में हमें तृप्त कराता है। ദൈവത്തിന്റെ ദാസനായ മോശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിലെ അവിശ്വസനീയമായിട്ടുള്ളതായ അത്ഭുതങ്ങൾ, നിരവധിയായ അത്ഭുതങ്ങൾ കണ്ടതായ ഒരു മഹാനായ വ്യക്തിയത്രേ. और मूसा के बारे में जब हम वचन में पढ़ते हैं तो मूसा के जीवन से हमें बात को देखते हैं कि आमीन ऐसे ऐसे कार्यों को जो उसने अपने आंखों के सामने देखा जो शायद आमीन एक साधारण व्यक्ति को विश्वास करने के लिए कठिन हो सकता है। പ്രതിസന്ധി വേളകളില് ഒരു മാർഗവുമില്ലായിരുന്നപ്പോഴൊക്കെയും ദൈവത്തിന്റെ കരം ചലിക്കുന്നത് മോശ കണ്ടിട്ടുണ്ട്. मूसा ने अपने जीवन में मुश्किल समयों में, मुश्किल के दौर में आमीन प्रभु के हाथ को अपने लिए काम करते हुए उसने देखा और अनुभव किया था। ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോൾ മുമ്പോട്ടും പുറകോട്ടും പോകുവാൻ കഴിയാത്തതായ ആ ഒരു അനുഭവത്തിലായിരുന്നപ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തി താൻ കണ്ടു. और जब लाल समुद्र के आगे जब वे खड़े थे, जब आगे या पीछे जाने के लिए कोई संभावना नहीं, ऐसी अवस्था में भी मूसा ने जो है परमेश्वर का बड़े कार्यों को अपने जीवन के सामने देखा था। മരുഭൂമിയിൽ വിശന്ന് വലഞ്ഞതായി ജനത്തിന് ആകാശത്തു നിന്നും മന്ന വർഷിപ്പിച്ചു കൊടുത്തതായ അത്ഭുത പ്രവൃത്തിയെ കണ്ട വ്യക്തിയാണ് മോശ. मरुभूमि में जो भूखे और प्यासे भटकने वाले इजरायलियों को आकाश में से मन्ना बरसाया हुआ परमेश्वर का वो बड़े कार्यों को देखा हुआ व्यक्ति है मूसा। വാഗ്ദത്ത ദേശത്തിലേക്കുള്ളതായ അവരുടെ പ്രയാണത്തിൽ പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിസ്തംഭത്താലും ഈ ജനത്തെ ദൈവം നയിച്ചത് തന്റെ കണ്ണുകൊണ്ട് താൻ കണ്ടവനാണ്. वायदे के स्थान में वो जो आमीन यात्रा के दौरान परमेश्वर ने किस प्रकार से इजरायलियों को अद्भुत रीति से चलाया वो अपने आंखों से देखा हुआ व्यक्ति था मूसा। ഇസ്രായേൽ ജനങ്ങളെ ദൈവം പരിപാലിക്കുകയും അതേസമയം മിസ്രൈമിലെ ഓരോ വീടുകളിലും സംഹാരദൂതൻ മരണത്തിന്റെ അവസ്ഥയിലേക്ക് മറ്റ് കുടുംബങ്ങൾ കടന്നു പോകുന്നതും താൻ കണ്ടതാണ്. और मूसा ने ये भी देखा कि मिस्री लोग इजरायली लोग जहां पर मिस्र में रहते थे वहां पर परमेश्वर ने अपनी सुरक्षा किस प्रकार से दिया और साथ साथ आमीन वो वध करने वाले, नाश करने वाले स्वर्गदूत ने किस प्रकार से मिस्रियों के पहलटों को नष्ट कर दिया। इन सारे दृश्यों को, अनुभवों को मूसा ने अपनी आंखों से देखा था। ദൈവജനത്തെ വിടുവിക്കുകയില്ല, സ്വാതന്ത്ര്യം കൊടുക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ചതായ ഫറവോന് നിരവധിയായിട്ടുള്ളതായ ബാധകൾ അയച്ച് ദൈവം പ്രവർത്തിച്ചത് മോശ കണ്ടു. और परमेश्वर के लोगों को वे आमीन आराधना के लिए नहीं भेजेंगे, ऐसे हट लगाए हुए फिरौन के सामने कई प्रकार की मरी को बेचकर उन्हें किस प्रकार से परमेश्वर ने प्रताड़ित किया उसके बारे में भी मूसा ने अपने जीवन में आमीन दृश्य को देखा है। മരുഭൂമിയിൽ വനത്തിൽ തീ കത്തുന്ന അനുഭവം അതിൽ നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിച്ചത് തന്റെ അനുഭവമാണ്. और मरुभूमि में आमीन उस जंगली झाड़ियों के बीच में जलते हुए वो झाड़ी जो भस्म नहीं हो रहे थे उसी के अंदर से परमेश्वर की आवाज को उसने सुना हुआ था.
ഒരു സ്നേഹിതനോടെന്നത് പോലെയും അവൻ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു. और जैसे एक मित्र से वे बातें करते हैं, वैसे मूसा परमेश्वर से आमने सामने बातें किया है। ഇത്രമാത്രം അനുഭവങ്ങളുള്ളതായ അത്ഭുതങ്ങൾ കണ്ടതായ മോശ പിന്നെയും ദൈവത്തോട് ചോദിക്കുകയാണ്, എനിക്ക് നിന്റെ മഹത്വം കാണണം, നിന്നെ കാണണം എന്നുള്ളതായ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. इतना प्रभु का अद्भुत कार्यों को अपने आंखों से देखा हुआ मूसा फिर भी परमेश्वर से बोलता है कि प्रभु मुझे आपको आमने सामने देखना है, आपकी अद्भुत कामों को फिर से मुझे अनुभव करना है। ആ ആഗ്രഹവും ദൈവം സാധിച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, എന്റെ പിൻഭാഗം നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. और प्रभु ने उसकी उस आग्रह को पूरा करने के लिए प्रभु तैयार हुआ। परमेश्वर ने इस प्रकार से उससे कहा कि तू मेरे पिछले हिस्से को देखने का अनुभव तुझे होगा। ദൈവമക്കളുടെ ജീവിതത്തിലെ ഈ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അവർ അനവധി നന്മകൾ, ദൈവപ്രവർത്തികൾ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടു, ദൈവത്തിന്റെ മഹത്വം കണ്ടു. പിന്നെയും അവരുടെ വാഞ്ച എന്ന് പറയുന്നത് അധികമായിട്ടുള്ളതായ ദൈവ മഹത്വം തങ്ങൾക്ക് കാണണം കാണണം, ആ ഒരു ആഗ്രഹം അത്രേ. और प्रभु के लोगों का जीवन का अनुग्रह और कार्य इस प्रकार का होता है कि उन्होंने पहले भी परमेश्वर के कार्यों को अपने जीवन में आंखों से देखा है, परंतु इतना सब देखने के बावजूद और भी वो परमेश्वर को और प्रभु के कार्यों को देखना चाहता है। वो एक इच्छा और प्यास उनके जीवन में आमीन वो उत्पन्न करते हैं। നാം ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ നിറവിന് വേണ്ടി വിശക്കുമ്പോൾ, തീവ്രമായ ആഗ്രഹത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ദൈവികമായിട്ടുള്ളതായ സംതൃപ്തി ലഭിക്കും എന്ന് യേശു പഠിപ്പിച്ചു. हम जब यीशु मसीह के लिए प्यासे होते हैं, भूखे होते हैं और तीव्र इच्छा हम जब प्रकट करते हैं, तो हमें प्रभु अपने कार्यों से तृप्त करने वाला परमेश्वर है। ये प्रभु अपने वचनों से हमें सिखाता है। ഒരു വ്യക്തിയുടെ ജീവിതത്തില് നീതി ലഭിക്കുമ്പോൾ, നീതീകരിക്കപ്പെടുമ്പോൾ അവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. അതായത് നിത്യതയ്ക്ക് വേണ്ടിയും ആ മനുഷ്യന്റെ ജീവിതത്തെ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന്. एक व्यक्ति को जब परमेश्वर धर्मी बनाता है और धर्मी ठहराता है, तो वहां पर एक और कार्य परमेश्वर उसके जीवन से पूरा करता है। वो ये दर्शाता है कि इसे अनंतता के लिए मैंने पहले से ही उसके ऊपर मोहर लगाया हुआ है। അധികം വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, അധികമായി ദൈവത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ വ്യക്തി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരം ഉണ്ട് എന്ന് അർത്ഥമാകും. अधिक पवित्रता के लिए, अधिक रीति से परमेश्वर के उपयोगी बनने के लिए एक व्यक्ति जब अपने जीवन को समर्पित करते हैं, उसका अर्थ यही दर्शाता है कि परमेश्वर ने उसी को धार्मिक होने के लिए ठहराया है, उसी को नियुक्त किया है और परमेश्वर के राज्य के वारिस बनने के लिए प्रभु ने उसको ठहराया है। നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നതായ വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും, അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. और जो व्यक्ति जो हैं धार्मिकता के लिए भूखे और प्यासे रहते हैं, उसी के जीवन से हम ये कह पाएंगे कि परमेश्वर ने उसके जीवन के पापों को क्षमा कर दिया है। അവന് ഉറപ്പാണ്, അവന്റെ പാപങ്ങൾ യേശു ക്ഷമിച്ചു, അവന്റെ പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം അവനുണ്ട്. और उसी के जीवन में ये एक बोध उसे रहता है कि प्रभु यीशु ने उसके पापों को क्षमा कर दिया है और उसके जीवन में परमेश्वर ने धर्मी उसे ठहराया भी है। നമ്മുടെ നീതിയായി തീർന്ന യേശു ക്രിസ്തുവിനെ നാം ഉൾക്കൊള്ളുമ്പോൾ, അവനെ പ്രാപിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മുമ്പാകെ ന്യായീകരിക്കപ്പെടുന്നു. हमारा धर्मी बनने वाला परमेश्वर को जब हम अपने जीवन में प्राप्त करते हैं, हम उसी के सामने आमीन आमीन हमारा जो है आमीन धर्मी होने का कार्य भी पूरा होता है। നീതീകരിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ ആ വാക്കിന് റൈച്ചസ്നെസ് എന്ന വാക്കിന് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം. आमीन। जब धर्मी ठहराया गया है, जब ये बात को हम बोलते हैं, तो उस शब्द का अर्थ ये होता है कि परमेश्वर के साथ सही रीति से खड़े रहना है।
എന്നാൽ ഈ ഈ ഈ ഈ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നൽകുന്നത് ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ദാഹവും വിശപ്പുമുള്ളതായ ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതായ അടങ്ങാത്ത ആവേശവും ആഗ്രഹവും ഉള്ളതായ വ്യക്തികൾക്ക് അത്ര. परंतु ये जो अनुभव उसी व्यक्ति अनुभव करता है जो प्रभु यीशु के लिए एक भूख और प्यास को आमीन जो कभी ना बुझने वाला है वो अपने जीवन में बनाए रखते हैं। അതെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അത് ക്രിസ്തു നമ്മൾ ജീവിക്കുന്ന ഒരു അനുഭവമായി തീരുമ്പോൾ, ക്രിസ്തുവിന്റെ വിശുദ്ധിയും അതുപോലെ അവന്റെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ വാസ്തവമായിട്ടും നാം അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. जब प्रभु का अनुग्रह हमारे जीवन में आएगा, जब हम प्रभु के द्वारा हमें धर्मी ठहराया जाएगा, तो वास्तविकता में हमारे जीवन में हम प्रभु के द्वारा हमें आशीषित पाए हुए हैं, ऐसे प्रभु का वचन हमें बताता है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ നിമിത്തം, ഒരു മനുഷ്യൻ നിമിത്തം ലോകത്തിൽ പാപം കടന്നുകൂടിയും എന്നാൽ അതിന് പരിഹാരമായിട്ട് രണ്ടാം ആദാമായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയും കൃപയും അതുപോലെ നീതിയും അതെ ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിക്കുന്നതിന് ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. प्रभु का वचन हमें ये बात को सिखाता है कि एक व्यक्ति के द्वारा पाप प्रवेश किया, परंतु एक ही व्यक्ति के द्वारा परमेश्वर ने जो यीशु मसीह के द्वारा जो है आमीन हालेलुया प्रभु का धर्म और न्याय को भी हमारे बीच में प्रकट कराता है। അതെ, അധികം നീതിക്ക് വേണ്ടിയും നമുക്ക് വിശക്കുകയും അതുപോലെ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ അധികം സമൃദ്ധമായ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आइए हम अधिक परमेश्वर के लिए भूखे और प्यासे होने के लिए हम अपने जीवन को समर्पित करेंगे। ऐसा है तो अधिक जीवन जो परमेश्वर का है वो हम अपने जीवन में प्राप्त कर पाएंगे। ലോക മനുഷ്യരെ പോലെയും നാം അത് സ്വയനീതിയിൽ ആശ്രയിക്കാതെ ദൈവം നമ്മെ നീതീകരിക്കുന്നതിന് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. दुनिया के लोगों के समान हम अपने आप को आमीन धर्मी ठहराने की कोशिश ना करते हुए प्रभु के हाथ में धर्मी बनाए जाने के लिए हम समर्पित करेंगे। യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സംതൃപ്തരായി ജീവിക്കുവാൻ കഴിയില്ല. यीशु मसीह को छोड़कर जीवन में हम कभी भी एक संतुष्टि के अनुभव में हम अपने जीवन में जी नहीं पाएंगे। സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ളതായ അനിശ്ചിതത്വ നിമിത്തം വളരെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എങ്കിലും ഈ ജീവന്റെ ഉടയവനായ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇറങ്ങി വന്നതായ ക്രിസ്തു ആകുന്നതായ ദൈവത്തിന്റെ ജീവനുള്ള അപ്പം അത് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ കഴിയും. हो सकता है कि हम आमीन आर्थिक रूप से बहुत मुश्किलों में से होकर जा रहे हो, जीवन में बहुत कठिनाइयों को और मुसीबतों को हम अनुभव करते जा रहे हो, परंतु यीशु मसीह के उस सामर्थ्य के द्वारा हम अपने जीवन में इन सारे परिस्थितियों में एक बदलाहट को हम अनुभव करते हुए आगे बढ़ सकते हैं। ആ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ऐसा एक अनुभव को हम अपने जीवन में प्राप्त करने के लिए प्रभु हमें सहायता करे। നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. हम अपने जीवन को इन वचन के अनुसार हम अपने जीवन को जांचने की कोशिश करेंगे। നമ്മുടെ ജീവിതത്തില് എത്രമാത്രം ഈ ഒരു ദാഹവും ഈ ഒരു വിശപ്പും നീതിക്ക് വേണ്ടിയുള്ളതായ വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. हम अपने जीवन को जांच कर देखेंगे कि हमारे जीवन में धार्मिकता के लिए कितने भूख और प्यास हम लेकर चल रहे हैं। അതെ, നമുക്കിങ്ങനെ തീരുമാനിക്കാമോ, ക്രിസ്തുവിലൂടെ ഞാൻ ജീവിക്കുവാൻ പോകുന്നു. हम क्या ऐसे निर्णय लेने के लिए तैयार होंगे कि मैं मसीह के लिए जीने के लिए जा रहा हूं? കാരണം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. कारण मसीह यीशु मुझ में जीवित रहता है। ഈ ക്രിസ്തുവിന്റെ നിറവിന് വേണ്ടി ഈ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാനും ദാഹത്തോടുകൂടിയും വിശപ്പോടുകൂടിയും തീവ്രമായിട്ട് ആഗ്രഹിച്ചതായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലുള്ളതായ പദവികളും
അതുപോലെ സ്ഥാനമാനങ്ങളും എല്ലാം അവൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. और ये प्रभु यीशु मसीह के लिए भूखे और प्यासे रहने वाला पौलुस ने अपने जीवन में ये कार्यों को किया कि पौलुस ने अपने जीवन के सारी श्रेष्ठताओं को, उपलब्धियों को, सब कुछ को वो आमीन हालेलुया त्याग देने के लिए, छोड़ने के लिए वो चाहा, ताकि वो परमेश्वर के लिए और अधिक भूखे और प्यासे रह सके। പരിശുദ്ധനായ ദൈവമേ, ഈ ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. पवित्र पिता, हम इन वचन के लिए धन्यवाद और स्तुति करते हैं। ഈ ജനത്തെ അവിടുത്തെ അവിടുത്തെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നതായ ഉള്ളങ്ങളെ അവിടുന്ന് തൃപ്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु, आज यहाँ पर सुनने वाले प्रिय लोगों को और साथ साथ जो आपके उस भरने के अनुभव में भूखे और प्यासे हैं, उन्हें आप तृप्त करने वाले हैं, इसलिए हम धन्यवाद करते हैं। തിരക്കേറിയതായ ജീവിതത്തിന്റെ നടുവിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. व्यस्तता के जीवन के बीच में भी प्रभु आपको अपने जीवन में स्थान देने वाला ऐसा एक अनुभव इनमें से हरेक को आप दे, इसलिए हम आपसे प्रार्थना करते हैं। ഇപ്പോൾ ദുഃഖിക്കുന്നവരായ നാം സന്തോഷിക്കുവാൻ പോകുന്നു. अब हम जो दुखी हैं, अब आनंद मनाने जा रहे हैं। ദിനം തോറും നിമിഷം തോറും അധികമായി കർത്താവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം, കർത്താവിന്റെ നിറവിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. आमीन। दिन प्रतिदिन बड़े अद्भुत रीति से आप हमें भरने के अनुभव में आप हमें ले चलना और वही अनुभव में आप हमें सहायता करना, ये हम प्रार्थना करते हैं, यीशु मसीह के नाम से प्रार्थना मांगते हैं। आमीन। താങ്ക് യു ദേവദാസിനെ.